സുഹൃത്തുക്കളെ, ട്രൈപ്പോഡില്ലാതെയാണ് സംസാരിക്കുന്നത്. ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ, ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടപ്പം അതുകൊണ്ടാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കുണ്ട്രയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ അലറൽ വീരൻ ബിഗ് ബോസിൽ പോയിട്ട് അലറി ഒച്ചയും വിളി ഉണ്ടാക്കി ഉദ്ഘാടന ചടങ്ങുകൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അലറി വിളിച്ചുകൊണ്ടിരുന്ന ഡോക്ടറാണെന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ജയിച്ചാൽ 90 ദിവസത്തിനകം കൊല്ലത്തല്ല കുണ്ട്രയിൽ ഞാൻ നരേന്ദ്രമോദിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഏത് അണ്ടിമുക്കിൽ നരേന്ദ്രമോദി വന്നിട്ട് എന്താ കാര്യം? അതേപോലെ തന്നെ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പറഞ്ഞത് ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരും ഞാൻ ജയിച്ചാൽ. ഇത് മമ്മൂട്ടിയെ കണ്ടിട്ടും മോദിയെ കണ്ടിട്ടും എന്താ കാര്യം? ഇവരെ ആരെയും കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഹോളിവുഡ് താരങ്ങളെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ബോളിവുഡ് താരങ്ങളെ കൊണ്ടുവന്നിട്ടോ ഒന്നും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നരേന്ദ്രമോദി വന്നോ, പിണറായി വിജയൻ വന്നോ, രാഹുൽ ഗാന്ധി വന്നോ എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾ MLA ആയിക്കഴിഞ്ഞാൽ, നിയമസഭാംഗമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ നിയമസഭയിലെ നിയമനിർമ്മാണ പ്രക്രിയയ്ക്കകത്ത് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. MLA ഫണ്ടിൻ്റെയും വികസനത്തിൻ്റെയും കാര്യം പോലും സെക്കൻഡറി ആണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു നിയമസഭാ അംഗത്തിൻ്റെ, നിയമനിർമ്മാണ സഭയിലെ അംഗത്തിൻ്റെ, പാർലമെൻറ്റിലാവട്ടെ, നിയമസഭയിലാവട്ടെ, അസംബ്ലിയിലാവട്ടെ, നിയമനിർമ്മാണ സഭയിലെ അംഗത്തിൻ്റെ ഏറ്റവും പ്രാഥമികവും അന്തിമവുമായ ഉത്തരവാദിത്വം ജനകീയ വിഷയങ്ങൾക്കകത്ത് ജനോപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഭേദഗതികൾ ബില്ലുകൾക്കകത്ത് കൊണ്ടുവരിക, നിയമനിർമ്മാണ പ്രക്രിയയിൽ കൃത്യമായിട്ട് ഇടപെടുക, ബാക്കിയുള്ള ബജറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതും ജനങ്ങളുമായി ബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളതുമാണ്. ഇവർക്ക് രാഷ്ട്രീയം പറയാനില്ല. ഇവരിരുന്ന് പറയാം, ഞാൻ ജയിച്ചാൽ കുണ്ട്രയിൽ 90 ദിവസത്തിനകം നരേന്ദ്രമോദിയെ കൊണ്ടുവരും. അത് ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വരാൻ നിൽക്കാനായിരിക്കും. ഇവൻ ജയിക്കില്ല എന്നുള്ളതുകൊണ്ട് എന്തും പറയാം. ഇപ്പം എനിക്ക് പറയാം, ഞാനിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇന്ത്യയിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും എയർപോർട്ട് തുടങ്ങുന്നത് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഞാൻ ഒരിക്കലാവില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന് ടാക്സ് അടയ്ക്കൊന്നും വേണ്ട. സ്വപ്നം കാണുന്നതിനും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കേരളം പോലെ പ്രബുദ്ധതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന, രാഷ്ട്രീയ പ്രബുദ്ധരെന്ന് നമ്മൾ മേനി നടിക്കുന്ന നമുക്കിടയിലേക്ക് ഇത്തരം അരാഷ്ട്രീയമായ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എത്ര ബാലിശമാണ് എന്ന് ആലോചിച്ച് നോക്കണം. മറ്റൊരു കോമൺ സെൻസ് ഇല്ല എന്ന് പറയാം. ഈ റോബിന് അവൻ അച്ഛൻ്റെ കുറേ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി എടുത്തിട്ട് അലക്കി കഴിഞ്ഞാൽ അവൻ തലയിൽ മുണ്ടിട്ട് കിടക്കേണ്ടി വരും. മൂട്ടി വയ്ക്കാൻ പോകാൻ പറ്റില്ല. കുറേ തരികളുടെ പരിപാടികളൊക്കെ ഉണ്ട്. അവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. വിവരം കെട്ടവൻ രമേശ് പിഷാരടി പക്ഷേ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള, ഹ്യൂമർ സെൻസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസൊക്കെ കോമൺ സെൻസ് ഉള്ള ഹ്യൂമർ സെൻസാണ്. തമാശയ്ക്ക് വേണ്ടി തമാശ, കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടാക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ആ സെൻസ് ഇവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം പോയി. അങ്ങനെ ആളുകൾ വിട്ടികളാണെന്ന വിചാരം. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മഞ്ചേരിയിലൊക്കെ ഈ കടകളുടെ ഉദ്ഘാടനത്തിനും ഇതിനൊക്കെ മമ്മൂട്ടിയും മഞ്ജു വാര്യരും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള കിന്നാരത്തുമ്പികളൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കിന്നാരത്തുമ്പി സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് മറ്റാരേക്കാളും കൂടുതൽ കടകൾക്ക് ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുത്തിരുന്നത് മമ്മൂട്ടിയേക്കാളും ഇവരെക്കാളൊക്കെ. മമ്മൂട്ടിയൊക്കെ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ജയറാം, ദിലീപ് ഒക്കെ വന്നിട്ടുണ്ട് പല സ്വർണ്ണക്കടകളുടെ ഉദ്ഘാടനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അന്ന് പാണക്കാട് തങ്ങളുമാരും ഇത്തരം കടകളുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്ന സമയമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അന്ന് താരമൂല്യം ഉണ്ടായിരുന്നത് ഉദ്ഘാടനങ്ങൾക്ക് ഷെക്കിലേക്കാണ്. അപ്പോൾ കോളേജിൽ നിന്ന് കുട്ടികൾ ഒന്നായിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് പോവും. ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. പല ഘട്ടത്തിലും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെയും പല അല്ലാത്ത ഇത്തരം സെലിബ്രിറ്റി ഇമേജുള്ള ആളുകളുടെയൊക്കെ കൂടെയും പ്രവാസ ജീവിതത്തിനിടയ്ക്ക്, നാട്ടിലല്ല പ്രവാസ ജീവിതത്തിനിടയ്ക്ക്, നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ വേദി പങ്കിടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല വേദികളിലും. പ്രത്യേകിച്ചും അവർ ചീഫ് ഗസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളായിരിക്കും മുഖ്യ പ്രഭാഷകർ എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കാറുണ്ടായിരുന്നു ഖത്തറിലെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക്. അറിയാം, അവിടുത്തെ എല്ലാ സംഘടനകളുടെയും വേദികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ KMCC, CPM-ൻ്റെ സംസ്കൃതി, CPI-യുടെ യുവകലാസ്വാഗതി, കോൺഗ്രസിൻ്റെ ഇൻഗാസ്, അതേപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകൾ, ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ, ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല, തൃശ്ശൂർ ജില്ലാ സഹൃദ വേദി, നമ്മൾ മേനോൻ ഉണ്ടാക്കി, സീക്കോമേനോൻ ഉണ്ടാക്കി, അങ്ങനെയുള്ളവരെല്ലാം പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സെൽഫ് എടുക്കാൻ പോലും നിന്നിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാതെ ഇവരെ കാണാൻ വേണ്ടി നമ്മളിന്ന് വരെ പോയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പൊതുയോഗങ്ങളിൽ ഇപ്പോൾ ചിലരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ EMS-ൻ്റെ അങ്ങനെ VS-ൻ്റെ നായനാരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് പാർട്ടി ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്ത്. അതിന് വിട്ട് കഴിഞ്ഞ ശേഷം അതിനും പോയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പൊതുയോഗം ആരും പ്രസംഗം കേൾക്കാൻ ഞാൻ പോയിട്ടില്ല. അതേപോലെ തന്നെ അക്കാലത്ത് ഞാൻ സമദാനിയുടെ AP അഹമ്മദ് മാഷയൊക്കെ പ്രസംഗങ്ങൾ ഈ CD ഉള്ള കാലത്ത് കേട്ടിട്ടുണ്ട്. മദനിയുടെ പ്രസംഗം പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേറെ, പക്ഷെ പ്രസംഗ കലയോടുള്ള ഇഷ്ടം കൊണ്ട് കേട്ടിട്ടുണ്ട്.
അതല്ലാതെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് എന്ത്, ഞാൻ MLA ആയാൽ, ഞാൻ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന രീതിയിലുള്ള നിയമ പരിഷ്കരണത്തിനകത്ത് ഞാൻ സഭയിൽ അതിനു വേണ്ടി വാദിക്കും, ഇന്ന കാര്യങ്ങൾക്കകത്ത് വ്യത്യാസം വരുത്തണമെന്ന് ഒരു വിഷൻ ഞാൻ മുന്നോട്ട് വെക്കും. അങ്ങനെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മമ്മൂട്ടിയെ കൊണ്ടിരുന്ന്, രമേശ് പിഷാരടിയും, ഞാൻ നരേന്ദ്രമോദിയെ കുണ്ടറയെ കൊണ്ടിരുന്ന്, ഈ അലറൽ വീരൻ, ആ പേര് അഖിൽമാരാർ ഇട്ടത്, ആ പേര് വളരെ ഗംഭീരമായി. അവസാനം ഇപ്പം എന്തായാലും അഖിൽമാരാരും അലറൽ വീരനും ഒരേ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ട് 2 സ്ഥലത്ത് തൃക്കാക്കരയിലും കുണ്ടറയിലും ഇട്ട് മത്സരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കുണ്ടറക്കാർക്ക് വിവരമുണ്ടെന്ന് തെളിയിക്കാനുള്ള അവസരമാണ്, വേണമെങ്കിൽ തെളിയിക്കട്ടെ. പാലക്കാട്ടുകാർക്ക് അവരുടെ രാഷ്ട്രീയ ബോധം ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ്, അവരും വേണമെങ്കിൽ തെളിയിക്കട്ടെ. എന്തായിരുന്നാലും ഞാൻ ഈ 2 മണ്ഡലത്തിലെയും വോട്ടർ അല്ലാത്തതുകൊണ്ട് ഇത്തരം ശല്യങ്ങളെ ഒന്നും സഹിക്കേണ്ടി വരുന്നില്ല എന്നുള്ള ഒരാശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഇതല്ല മുന്നോട്ട് വെക്കേണ്ട മാനിഫെസ്റ്റോ എന്നൊരഭിപ്രായം മാത്രം പങ്കുവച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.